ഹലോ, ഇന്നൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഡെക്കറേഷനാണ് കേട്ടോ. ക്രീം കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേക്ക്. 1 kg കേട്ടോ കേക്ക് വരുന്നത്. ക്രീം കോട്ട് ചെയ്ത് വെച്ച കേക്കിലേക്ക് നമ്മൾ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് കേക്ക് ഫുള്ള് കവർ ചെയ്യുന്നത്. വൈറ്റ് ക്രീം വെച്ച് കവർ ചെയ്തിട്ട് നമ്മളൊരു സ്ക്രേപ്പറിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത് സെറ്റായി. ചില കേക്കുകൾ ചെയ്യുമ്പോൾ ചെറുതായിട്ടൊന്ന് പാളിക്കഴിഞ്ഞാൽ അവിടെ തീർന്ന് അതുപോലെ പണി കിട്ടിയൊരു കേക്കാണ് കേട്ടോ അത്. നമ്മൾ സെറ്റായ കേക്കിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിക്കുന്നത്. ഇതുവരെ എല്ലാം നോർമലായിരുന്നു. ഗനാഷും നല്ല നീറ്റായിട്ട് തന്നെ വന്ന് കേക്കിൽ സെറ്റായി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത് കണ്ടോ, സൈഡിലേക്ക് ഒഴുകി വന്ന ഗനാഷ് നല്ല വൃത്തിയിൽ വരുന്നുണ്ട്. അവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ മതിയായിരുന്നു. ഒരു കാര്യമില്ലാതെ ഞാൻ ആ കേക്ക് ഫുള്ളായിട്ട് ചോക്ലേറ്റിൽ കവർ ചെയ്യാം എന്ന് കരുതി സ്ക്രേപ്പർ വെച്ച് ഒന്ന് റൊട്ടേറ്റ് ചെയ്തു. തീർന്നു. ഇനിയൊന്നും ആ കേക്കിൽ ചെയ്യാൻ ബാക്കിയില്ല. എൻ്റെ 18 അടവും ഞാൻ പയറ്റി നോക്കി, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കേക്ക് നമ്മൾ വിചാരിച്ചൊരു ലുക്കിലേക്ക് വന്നതേ ഇല്ല. എന്നാണ് ഞാൻ പറഞ്ഞത്, ആദ്യം തൊട്ട് പണിയേണ്ടി വന്നൊരവസ്ഥ. എൻ്റെ ഹസ്ബൻഡ് വരെ കൈവച്ചൊരു കേക്കാണ് കേട്ടോ അത്. എനിക്കാകെ വിഷമമായി, അങ്ങേ അറ്റായി. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് അവസാനം നമ്മൾ കേക്ക് ഇങ്ങനെയാണ് കേട്ടോ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സങ്കടമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു രക്ഷയില്ല. ചെയ്യാൻ ഉള്ള പരമാവധി ഞാൻ ചെയ്ത് നോക്കി. പക്ഷേ ഈ ഒരു ഡിസൈന് വന്നുള്ളൂ. അവസാനം ഈ ഒരു ബോർഡറൊക്കെ കൊടുത്ത് 2 ചെറിയും വെച്ച് റൈറ്റിങ്ങും കൊടുത്ത് കേക്ക് ഈ ലുക്കിലാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ടും എനിക്കൊരു സുഖമില്ലായ്മ തോന്നിയപ്പോൾ കുറച്ച് സ്റ്റാറൊക്കെ ബോർഡറിൽ വെച്ച് കൊടുത്തു. ഇനി അത് അലങ്കോലാക്കി കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ആദ്യം തൊട്ട് തുടങ്ങേണ്ടി വരും എന്നുള്ളതുകൊണ്ട് അവിടെ വെച്ച് അവസാനിപ്പിച്ചു. ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.